നല്ല വികസനം വേണമെങ്കിൽ നല്ല ഭരണം ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ വേണം. നല്ല ഭരണം ചെയ്യുന്ന കോർപ്പറേഷൻ ആണെങ്കിൽ നല്ല കൗൺസിലർമാർ വേണം. BJP NDA മുമ്പോട്ട് വെച്ച 101 കൗൺസിലർമാർ ഏത് കൗൺസിൽ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിനെ നിങ്ങൾ നോക്കിയാൽ ശരിക്കും ജനകീയമായ, ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ 101 വ്യക്തികളാണ്. അപ്പൊ മഹേശ്വരൻ നായർജി അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എത്രയോ കൊല്ലമായി ഈ പബ്ലിക് സർവീസിലും ജനസേവ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാറ്റം കൊണ്ടുവരാൻ, പൊതുസമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും പറയാം, അങ്ങനെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്രയോ കൊല്ലമായിട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിയ ഒരു രാഷ്ട്രീയം ആര് ചെയ്തു? LDF. എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? ഇല്ല. എന്താണ് ശരിയായത്? അഴിമതി. എന്താണ് ശരിയായത്? കുറ്റകര അനാസ്ഥ. മാലിന്യം ശരിയായോ? സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ടോ? കുട്ടികൾക്ക് ഒരു സ്കൂളില് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? ഇല്ല. ഒന്നും ശരിയായിട്ടില്ല. ഇതെല്ലാം ശരിയാക്കാൻ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വരണം. അതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയുന്നു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയം. അപ്പോൾ അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. 35 കൗൺസിലർമാർ 10 കൊല്ലം പ്രതിപക്ഷത്തിൽ BJPന്റെ കൗൺസിലർമാരായി നന്നായിട്ട് അവരുടെ ഉത്തരവാദിത്വം അവരെല്ലാം ചെയ്തു. 10 കൊല്ലം ഈ LDFന്റെ അഴിമതിയും അവരുടെ കഴിവില്ലായ്മയും എല്ലാം എക്സ്പോസ് ചെയ്തു. ഇനി BJP NDA ചോദിക്കുന്നത് എന്താണ്? ഒരു അവസരം ഭരിക്കാൻ തരും. 5 കൊല്ലം ഭരിക്കാൻ ഒരു അവസരം തരും. ഞങ്ങൾ ഈ നാടിന്റെ, ഈ നഗരത്തിന്റെ ഭാവി മാറ്റും. ഒരു നല്ല ഡയറക്ഷൻ കൊണ്ടുപോകും. അതിനുവേണ്ടി ഒരു മാനിഫെസ്റ്റോ, വികസന രേഖ ഞങ്ങൾ മുമ്പോട്ട് വെക്കും. കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസന രേഖ. വെറുതെ ഒരു മുദ്രാവാക്യമല്ല, പറഞ്ഞു ഓടിപ്പോവാന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗനല്ല. ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ്, ചെയ്തതും ചെയ്യാൻ പോകുന്ന മാത്രം പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് വെക്കുന്നു. ഒരു വികസന രേഖന്റെ ഒരു 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ആദ്യത്തെ 45 ദിവസം ഭരിക്കാൻ ഒരു അവസരം തന്നാൽ മഹേശ്വരൻ നായർജിനെ ജയിപ്പിച്ച 45 ദിവസത്തിൽ ഞങ്ങൾ വാർഡിന്റെ ഒരു 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ മുമ്പിൽ വെക്കും. നഗരത്തിന്റെ 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് മുമ്പിൽ വെക്കും. എല്ലാ കൊല്ലം വാർഡിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് കൗൺസിലർ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ ഞാൻ ഇത് കഴിഞ്ഞ ഒരു കൊല്ലം ഇത് ചെയ്തു, അടുത്ത കൊല്ലം ഇത് ചെയ്യാൻ പോകുന്നു, ഒരു റിപ്പോർട്ട് കാർഡ് നിങ്ങളുടെ മുമ്പിൽ. എല്ലാ കൊല്ലം ഓരോരോ രൂപയും ഓരോരോ പൈസന്റെ കണക്ക് ബഡ്ജറ്റിന്റെ സമയത്ത് ജനങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കും. പിന്നെ ഞാനൊരു ഗ്യാരണ്ടി തരുന്നു. 101 സ്ഥാനാർത്ഥിന്റെ പേര് ഞാൻ ഒരു ഗ്യാരണ്ടി തരുന്നു. അഴിമതി രഹിത ഭരണം. ശൂന്യം, 0 അഴിമതിയുള്ള ഒരു നഗരമാക്കി ഞങ്ങൾ മാറ്റും തിരുവനന്തപുരം. എല്ലാ വാർഡിലും ഒരു CSC, ഒരു ഡിജിറ്റൽ കോമൺ സർവീസസ് സെന്റർ ഉണ്ടാവും. ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പോയി കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി കുത്തിയിരിക്കുക, ലൈനിൽ നിൽക്കുന്ന ആവശ്യം ഉണ്ടാവില്ല. ഒരു CSCയിൽ പോവുക, അല്ലെങ്കിൽ ഫോണിൽ ഒരു ആപ്പ് ഞങ്ങൾ ഉണ്ടാക്കും. അതുവഴി എന്ത് ആവശ്യമുണ്ട് കോർപ്പറേഷന്റെ സർവീസസ് അതുവഴി പറയാ, കോർപ്പറേഷൻ വന്ന് ചെയ്യാം. അങ്ങനെ ഒരു ഭരണമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു അവസരം തരും. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ 25 ടോപ്പ് നഗരത്തിൽ തിരുവനന്തപുരത്ത് പേരില്ല. BJP NDA ഭരിക്കുന്ന ഇൻഡോറാണ് ഏറ്റവും നല്ല നഗരം, ഭരണത്തിലെ ഏറ്റവും നല്ല നഗരം.
5 കൊല്ലം BJP NDA തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചാൽ ഞങ്ങളുടെ ഒരു ഉറപ്പ് നമ്പർ 1 രാജ്യത്തിന്റെ നമ്പർ 1 നഗരമാക്കി ഞങ്ങൾ അത് മാറ്റും.